ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്ട്രിക്. നമ്മുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ 6x² - 2x + 3 എങ്ങനെയാണ് നമുക്ക് അതിന്റെ എക്സിന് 0 ഇട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത് എക്സിന് 0 ഇട്ട് കൊടുക്കണം. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് എക്സിന് 1 ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ ആദ്യമായി കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ടൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് വാല്യൂ ഓഫ് ദി പോളിനോമിയൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാവർക്കും അറിയാലോ അല്ലെ? അപ്പം നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് തന്നെ കടക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ആദ്യമായിട്ട് നമ്മൾ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 6x², ഒരു ക്വസ്റ്റ്യൻ വേറെ പറയാം, 2x² - 3x + 1. ഇനി നമ്മൾ എങ്ങനെ എഴുതാമെന്നാ പറഞ്ഞത്? എക്സ് എന്ന വേരിയബിൾ മാത്രം വരുമ്പോ എങ്ങനെ എഴുതാം? p(x) അല്ലെ? p(x) എന്ന് എഴുതാം. അത് തന്നെയാണ് ഇവിടെ. p(x) = എങ്ങനെ എഴുതാം? 6x² - 2x + 3 അല്ലെ? ഇത്രയും ക്ലിയർ ആണല്ലോ. p(x) ഇട്ടത് മനസ്സിലായല്ലോ. വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ px ഇട്ടത് അല്ലെ? ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ ആണ്. അതിന് എന്താ ഇട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കണം. അപ്പൊ എക്സ് ഇവിടെ എക്സ് ഉള്ളത് കൊണ്ട് നമുക്ക് p(0) = 6 × എക്സിന്റെ സ്ഥാനത്ത് 0 ഇടുക, 0² - 2 × 0 + 3 കിട്ടിയല്ലോ. അപ്പൊ 6 × 0² എത്രയാണ്? 0 തന്നെ അല്ലെ? എല്ലാവർക്കും അറിയാലോ. 2 × 0 എന്ന് പറഞ്ഞാലോ 0 തന്നെ, +3 അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് എത്രയാ p(0) കിട്ടിയിരിക്കുന്നത്? എത്രയാണ്? ആൻസർ 3. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്നുമില്ല, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അത് ഒന്നാമത്തേത് കഴിഞ്ഞു. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്തുവാണ്? എക്സിന് 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. p(1) = എന്താണ് വരുന്നത്? 6 × എക്സിന്റെ സ്ഥാനത്ത് 1 ആണ് അല്ലെ? 1² - 2 × 1 + 3. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്നുമില്ല, എക്സിന്റെ സ്ഥാനത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 6 × 1², എന്താണ്? 1 തന്നെ. 1 × 6 എന്ന് പറഞ്ഞാലോ 6 - 2 × 1 എത്രയാണ്? 2 അല്ലെ? 2 × 1 2 + 3 അല്ലെ? നമുക്ക് നോക്കിയേ, 6ഉം ഇതെന്താണ്? ഇതും പോസിറ്റീവ് ആണ്, ഇതും 6 + 3 എന്ന് പറഞ്ഞാൽ എന്താ? 9. 9 - 2 എന്ന് പറഞ്ഞാൽ എന്താ? 7. അപ്പൊ എന്താണ്? p(1)ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി. p(0)യുടെ വാല്യൂ 3 കിട്ടി. അപ്പം ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഇത് മനസ്സിലായല്ലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.